നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കേരളത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്ന് മുൻ മന്ത്രി എ.കെ. ബാലൻ. എ. പത്മകുമാറിനെ പോലെ ഒരു മുതിർന്ന നേതാവ് പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല. എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്താനാകില്ലെന്നും എ.കെ. ബാലൻ. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 1 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കൊപ്പം ആമയൂർ സ്വദേശി തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ആമയൂർ കൊട്ടിലിൽ വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ഹക്കീം. മുള്ളൂർക്കരയിൽ സ്വത്തുതർക്കത്തെ തുടർന്ന് മകളെയും ഭർത്താവിനെയും ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 56-കാരൻ അറസ്റ്റിൽ. ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത് മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി പറമ്പിൽ ഉമ്മർ. കൂനത്തറയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണ് വാഹനത്തിലുണ്ടായിരുന്ന 8 വയസ്സുകാരന് ഗുരുതര പരിക്ക്. കുട്ടിയെ വാണിയംകുളത്തെ ആശുപത്രിയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റി. പട്ടാമ്പി വള്ളൂരിൽ വാഹനാപകടങ്ങൾ തടയാൻ നടപടിയുമായി പോലീസ്. പ്രദേശത്ത് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ തുടർച്ചയായി മൂന്നാം തവണയും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് മുൻ മന്ത്രി എ.കെ. ബാലൻ. പത്മകുമാറിനെ പോലെ ഒരു മുതിർന്ന നേതാവ് പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണം നടത്താൻ പാടില്ലായിരുന്നുവെന്നും എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്താനാകില്ലെന്നും എ.കെ. ബാലൻ പാലക്കാട്ട് പറഞ്ഞു. പാർട്ടി ശത്രുക്കൾക്ക് സഹായകരമായ രീതിയിൽ പത്മകുമാർ അഭിപ്രായ പ്രകടനം നടത്തരുതായിരുന്നു. വിഷമങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കേണ്ട കാര്യമല്ല. എന്തു പറയണം എന്നത് മാത്രമല്ല, എന്തു പറഞ്ഞുകൂടാ എന്നതും കമ്മ്യൂണിസ്റ്റുകാരൻ പഠിക്കണം. എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്താനാകില്ല. 5.5 ലക്ഷം അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് എല്ലാവരും. പാർട്ടിക്ക് അതാത് കാലഘട്ടത്തിൽ സംഭാവന ചെയ്യാൻ കഴിയുന്നവരെ കണ്ടെത്തിയാണ് ചുമതലകൾ ഏൽപ്പിക്കുന്നത്. കൊക്കിൽ ഒതുങ്ങാത്തതുവരെ പാർട്ടി പലർക്കും നൽകിയിട്ടുണ്ട്. ഒഴിവാക്കപ്പെടുന്നവർ മോശക്കാരാണ് എന്ന് അർത്ഥമില്ല. ജനസേവനത്തിന് പദവികൾ ആവശ്യമില്ല. എം.ബി. രാജേഷ് മിടുക്കനാണ്. എം.വി. ജയരാജനും സി.എൻ. മോഹനനും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുന്നതാണ് ഉചിതമെന്ന് വിലയിരുത്തിയതിനാലാണ് രാജേഷിനെ പരിഗണിക്കാതിരുന്നത്. അതിൽ അദ്ദേഹത്തിന് ഒരു അസംതൃപ്തിയുമില്ല. CPM-ൽ വിഭാഗീയത ഇല്ലാതായി. എന്നാൽ വാർത്തകൾ ചോരുന്നത് തടയാൻ കഴിയുന്നില്ല. ഇത് ഗൗരവമായി കാണണം. ഭാരവാഹിത്വത്തിന് പ്രായപരിധി അനിവാര്യമാണെന്നും എ.കെ. ബാലൻ ചൂണ്ടിക്കാട്ടി. പരിധി 70 വയസ്സാക്കണമെന്നാണ് അഭിപ്രായം. സംസ്ഥാനത്ത് തുടർച്ചയായി മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്നും എ.കെ. ബാലൻ പറഞ്ഞു. അത് വേറെ ഏതെങ്കിലും ഒരാളെ തടയുന്നതിൻ്റെ ഭാഗമല്ല. എം.വി. രാജേഷ് ബെസ്റ്റ് കേഡറാണ്, പറഞ്ഞ് മനസ്സിലായില്ലേ. സംഘടനാ രംഗത്തും അതുപോലെ തന്നെ പാർലമെൻ്റ് രംഗത്തും നന്നായി ശോഭിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ മോശക്കാരനായതുകൊണ്ടല്ല ഇവരെടുത്തത്. ഇപ്പം ഈ കണ്ണൂരിൽ നിന്നുള്ള ആളുകൾക്ക് ഒരു വലിയ പ്രാധാന്യം, ഇപ്പം 89 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ 17 പേര് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിപ്പോ നിങ്ങൾ ഇവിടെ നോക്കിയാൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ചില ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് കൂടുതൽ ആളുണ്ടാവുക. കാരണം അത് ജനസംഖ്യാനുപാതികമായിട്ട് വീതിച്ചു കൊടുക്കുന്നതല്ല. അല്ല, വാർത്ത ഉണ്ടാവുമോ അതിൻ്റെ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗരവമായി പാർട്ടി കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. പക്ഷെ ഈ ഒരു അപകടം ഗുരുതരാണ്. അത് എല്ലാ ആൾക്കാരൊന്നും ഇല്ലല്ലോ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൂനത്തറയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണ് ഓട്ടോയിലുണ്ടായിരുന്ന 8 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ 9 മണിയോടെ കൂനത്തറ ഷൊർണൂർ റോഡിലാണ് അപകടം. ആര്യങ്കാവ് ക്ഷേത്ര മൈതാനത്തെ മരം കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീഴുകയായിരുന്നു. ചുടുവാലത്തൂർ സ്വദേശി സതീശന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് മരം വീണത്. ഓട്ടോ പൂർണ്ണമായും തകർന്നു. ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവർക്കും 8 വയസ്സുകാരൻ മകൻ ആശീർവാദിനും പരിക്കേറ്റു. പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് ആദ്യം ലഭിച്ച വിവരം. എന്നാൽ ആശുപത്രിയിലെത്തി നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ പരിക്കുകൾ സാരമുള്ളതാണെന്ന വിവരം ലഭിച്ചത്. താടിയലിന് ക്ഷതമേറ്റിട്ടുണ്ട്. തലച്ചോറിനും നേരിയ ക്ഷതമേറ്റതായാണ് ആദ്യഘട്ട പരിശോധനയിൽ ലഭ്യമായ വിവരം. കൂടുതൽ പരിചരണത്തിനായി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് കൗൺസിലർ പ്രസാദ് അറിയിച്ചു. ആര്യങ്കാവ് ക്ഷേത്രം ഗ്രൗണ്ടിലെ പല ഉണങ്ങിയ മരങ്ങളും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടെന്ന് പരാതിയുണ്ട്. ഇവ വെട്ടിമാറ്റിയില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ആവർത്തിക്കുമെന്ന് കൗൺസിലർ പ്രസാദ് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 1 കോടിയിലേറെ രൂപ തട്ടിയ പ്രതി തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിൽ. കൊപ്പം ആമയൂർ സ്വദേശി കൊട്ടിലിൽ വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ഹക്കീമാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട കല്ലേറ്റുംകര സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയത്. 1 കോടി 6 ലക്ഷം രൂപയാണ് ഇയാൾ പരാതിക്കാരനിൽ നിന്ന് തട്ടിയെടുത്തത്. സ്റ്റോക്ക് ട്രേഡിംഗിൽ വൻ തുക ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്.
നിർധനരായ ആളുകളുടെ അക്കൗണ്ട് വഴിയാണ് പ്രതി പണം തട്ടിയെടുത്തത്. ചികിത്സാ സഹായം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് നിർധനരുടെ അക്കൗണ്ട് വഴി പ്രതി വൻതുക അക്കൗണ്ടിലേക്ക് കൈമാറിയത്. കൈമാറുന്ന വൻതുകയിൽ നിന്നും കുറച്ചു പണം ചികിത്സാ സഹായത്തിന് നൽകി ബാക്കി തുക പിൻവലിക്കുകയാണ് പ്രതിയുടെ രീതി. സംഭവത്തിന് പിന്നിൽ റാക്കറ്റ് ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകളുടെ ഭർത്താവിനെ കത്തികൊണ്ട് കുത്തുകയും മകളെ ഉപദ്രവിക്കുകയും വീട്ടിലുണ്ടായിരുന്ന കാറും ബൈക്കും തല്ലിത്തകർക്കുകയും ചെയ്ത 56-കാരനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി പറമ്പിൽ തൊടി വീട്ടിൽ ഉമ്മറിനെയാണ് ചെറുതുരുത്തി പോലീസ് തടവിലാക്കിയത്. 38 വയസ്സുള്ള മുഹമ്മദ് റാഫിനെയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. ഉമ്മർ മുഹമ്മദ് റാഫിന്റെ വീട്ടിലെത്തുകയും തുടർന്നുണ്ടായ വാക്കേറ്റത്തിൽ മുഹമ്മദ് റാഫിനെയും സ്വന്തം മകളെയും പേരക്കുട്ടികളെയും ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് കമ്പിപ്പാര ഉപയോഗിച്ച് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും തല്ലിത്തകർക്കുകയും ചെയ്തു. ബഹളത്തെ തുടർന്ന് നാട്ടുകാരാണ് ഉമ്മറിനെ പോലീസിൽ ഏൽപ്പിച്ചത്. നാട്ടുകാർ ചേർന്ന് മുഹമ്മദ് റാഫിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പിക്കടുത്ത് വള്ളൂരിൽ വാഹനാപകടങ്ങൾ തടയാൻ സുരക്ഷാ നടപടികളുമായി പോലീസ്. കഴിഞ്ഞ ദിവസം ഇവിടെ വാഹനാപകടത്തിൽ യുവാവ് മരണപ്പെട്ടിരുന്നു. അപകട മേഖലയിൽ പട്ടാമ്പി പോലീസ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ 2 മൈൽസ് സ്ഥിരം അപകട മേഖലയാണ്. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ ഇവിടെ വെച്ച് യുവാവ് മരണപ്പെട്ടിരുന്നു. അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പി പോലീസ് അപകട മേഖലയിൽ മുന്നറിയിപ്പ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം കാറിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിലിടിച്ചാണ് യുവാവ് മരണപ്പെട്ടത്. മുമ്പും നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കൊടും വളവും വീതി കുറവുമാണ് ഇവിടെ അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത്. വാഹനങ്ങൾ അമിത വേഗത്തിലെത്തുമ്പോൾ കൊടും വളവിൽ നിയന്ത്രണം തെറ്റുന്നത് പതിവാണ്. ഇതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകുറിശ്ശി യൂണിറ്റ് സമ്മേളനം പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നടന്നു. തരൂർ MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. AKLWA യൂണിറ്റ് പ്രസിഡന്റ് സുനേഷ് ചൂനല്ലൂർ അധ്യക്ഷത വഹിച്ചു. ശ്രീജേഷ് MK അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് T അപ്പുണ്ണി, ജില്ലാ സെക്രട്ടറി ശ്രീനിവാസ് നാരായണൻ, ജില്ലാ ട്രഷറർ CP രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി EK അശോകൻ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ മബികുമാർ വരവുചെലവ് കണക്കും ജില്ലാ സെക്രട്ടറി ശ്രീനിവാസ് നാരായണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ CP രാധാകൃഷ്ണൻ, ജില്ലാ ഓർഗനൈസർ ജയേഷ്, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് അകലൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് PP സാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയ് ശങ്കർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി V മോഹനൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഓമനക്കുട്ടൻ, ജില്ലാ ITA കൺവീനർ ശങ്കരനാരായണൻ, അസിസ്റ്റന്റ് കൺവീനർ മുഹമ്മദ് ഷാഫി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് പ്രമേയ അവതരണവും ചർച്ചയും നടന്നു. ആലത്തൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ S സജിത് പഠന ക്ലാസ് നയിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കൃഷ്ണമൂർത്തി സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ലഹരിക്കെതിരെ പ്രതിഷേധ ജ്വാല മുള്ളൂർക്കര സെന്ററിൽ സംഘടിപ്പിച്ചു. മാതൃസംഘടന യൂണിറ്റ് പ്രസിഡന്റ് CM ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി അഖിൽ ജോബ്, മാതൃസംഘടന വർക്കിംഗ് സെക്രട്ടറി CS നൌഫൽ, യൂണിറ്റ് ട്രഷറർ നബീൽ എന്നിവർ സംസാരിച്ചു. പരുത്തിപ്പള്ളി ശ്രീ പൂതിരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. 2025 മാർച്ച് 28, 29, 30 തീയതികളിലായാണ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം. പൂജിച്ച നോട്ടീസ് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രം മേൽശാന്തിയിൽ നിന്ന് ഏറ്റുവാങ്ങി. കോട്ടായി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബിനു പ്രകാശനം നിർവഹിച്ചു. സുശീല ടീച്ചർ കളത്തിൽ ഉള്ളാട്ടിൽ നോട്ടീസ് ഏറ്റുവാങ്ങി. തുളസിദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KU അച്യുതൻ നായർ പ്രാർത്ഥന ചൊല്ലി. പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് KU ശ്രീനിവാസൻ, വൈസ് പ്രസിഡന്റ് KS മോഹൻദാസ്, ശിവദാസ്, വാസുദേവൻ, പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്സവ കമ്മിറ്റി സെക്രട്ടറി TS ചന്ദ്രൻ സ്വാഗതവും VS നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട് വേല മഹോത്സവം വർണ്ണാഭമായി. നൂറുകണക്കിന് ഉത്സവപ്രേമികൾ ആഘോഷത്തിന്റെ ഭാഗമായി. രാവിലെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്.
വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുമായി ദേശവേലകൾ ക്ഷേത്രത്തിലേക്ക് എത്തി. കൂട്ടപ്പുര, കൂട്ടാല, കുനിയമ്പാടം, വടക്കുംമുറി, കാപ്പിൽക്കുന്ന്, തെക്കുംമുറി യുവജന സമിതി എന്നീ വേലകളാണ് ക്ഷേത്ര മൈതാനത്തിൽ അണിനിരന്നത്. ഇരട്ടക്കാള, തെയ്യം, ബാൻഡ് വാദ്യം, പൂക്കാവടി, വിവിധ വേഷങ്ങൾ എന്നിവ ദേശവേലയ്ക്ക് അകമ്പടിയായി. രാവിലെ കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരുടെ നേതൃത്വത്തിൽ 50-ൽ പരം വാദ്യകലാകാരന്മാർ അവതരിപ്പിച്ച മേളവും ഉണ്ടായിരുന്നു. ശനിയാഴ്ച വടക്കുംമുറി യുവജന സമിതിയുടെ ഗാനമേളയും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് രാജൻ, സെക്രട്ടറി നാരായണൻകുട്ടി, കൃഷ്ണൻ കൂട്ടാല, രാധാകൃഷ്ണൻ, കണ്ണമണി, വത്സലകുമാർ, ചന്ദ്രൻ, മാനേജർ കൃഷ്ണദാസ് എന്നിവരാണ് ഉത്സവത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട്ടുകാവിലെ ദേശവേലയോടനുബന്ധിച്ച് മങ്കര സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ഒരുക്കിയത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി. ആയിരക്കണക്കിന് ആളുകളാണ് കടുത്ത വേനലിൽ ശുദ്ധമായ മോരിൻ വെള്ളം നുകർന്നത്. സേവാഭാരതി പ്രസിഡന്റ് ഗണേഷ് കുമാർ, KT ശശിധരൻ, BJP മങ്കര പഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ വർമ്മ, പഞ്ചായത്ത് അംഗം രതീഷ് കുമാർ, സതീഷ് കുമാർ, പ്രശാന്ത്, പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. ആഭിമുഖ്യത്തിൽ കൊല്ലത്തോറും നടത്തിവരാറുള്ള സംഭാര വിതരണമാണ് ഞാറക്കോട്ടുകാവ് വേല പ്രമാണിച്ച് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാവ് കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണം കൂടി ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മങ്കര സുരഭി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം സംഘടിപ്പിച്ചു. മങ്കര SI സുദർശന ഉദ്ഘാടനം ചെയ്തു. ലീല ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ASI PK ഉഷ, അഡ്വക്കേറ്റ് ജലജ എന്നിവർ ക്ലാസ് എടുത്തു. മങ്കര പഞ്ചായത്തിലെ കലാപ്രതിഭയായ ഹർഷ ഗിരീഷിനെ മങ്കര SI സുദർശന ഉപഹാരം നൽകി ആദരിച്ചു. അജിൽ, B വസുമതി, ഹർഷ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. നമ്മളുടെ എന്നെ വിഷയം കൂടെ വിളിച്ചു, ചേച്ചി വിളിക്കുന്നത് വരണം എന്ന് പറഞ്ഞു. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് ചുറ്റത്തോടെ അങ്ങനെ പോയേ ഉള്ളൂ, വീട്ടിൽ കയറിയില്ല. അപ്പോൾ എനിക്ക് അന്നപ്പോൾ ശരി ഇന്ന് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വന്നു. അതിന്റെ ഭാഗമായി പറ്റിയത് അതിൽ സന്തോഷം. പിന്നെ മോൾ ആദരിക്കാൻ ചെറുതായിട്ടൊരു ട്രോഫിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും ഓൾ ദി ബെസ്റ്റ്. നല്ല ഒരു എന്താ പറയുക, കരിയറിൽ ത്രൂ ഔട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ആ ഒരു കലാരംഗം മികച്ച രീതിയിൽ കൊണ്ടുപോവുക. പിന്നെ ഈ ഒരു ചെറിയൊരു വേദി കിട്ടിയത് ഞങ്ങൾ പറയാലോ, നമുക്ക് അവസരം കിട്ടിയാൽ എപ്പോഴും പോലീസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പറയും. അത് വേറൊന്നുമല്ല, ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ, നമ്മുടെ മക്കള്, നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങളുടെ പേരമക്കള്, നിങ്ങളുടെ മരുമക്കള്, പ്രത്യേകിച്ച് പെൺമക്കൾ, ആ മക്കളെയൊക്കെ നമുക്ക് രണ്ടാമത് നോക്കാം. ആദ്യം പെൺമക്കളുടെയും നിങ്ങളുടെ മരുമക്കളുടെയും നിങ്ങളെ പേരക്കുട്ടികളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരെന്തായാലും ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഫോൺ വന്നു. ഫസ്റ്റ് TV ആയിരുന്നു, നമുക്ക് TV പല വീട്ടിലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ TV ഇല്ലാത്ത വീടുകളില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ തുടർച്ചയായി 3ാം തവണയും ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്ന് മുൻ മന്ത്രി AK ബാലൻ. പത്മകുമാറിനെ പോലെ ഒരു മുതിർന്ന നേതാവ് പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല. എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്താനാകില്ലെന്നും AK ബാലൻ. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 1 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കൊപ്പം ആമയൂർ സ്വദേശി തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ആമയൂർ കൊട്ടിലിൽ വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ഹക്കീം. മുള്ളൂർക്കരയിൽ സ്വത്തുതർക്കത്തെ തുടർന്ന് മകളെയും ഭർത്താവിനെയും ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 56-കാരൻ അറസ്റ്റിൽ. ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത് മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി പറമ്പിൽ ഉമ്മർ. കൂനത്തറയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണ് വാഹനത്തിലുണ്ടായിരുന്ന 8 വയസ്സുകാരന് ഗുരുതര പരിക്ക്. കുട്ടിയെ വാണിയംകുളത്തെ ആശുപത്രിയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റി. പട്ടാമ്പി വള്ളൂരിൽ വാഹനാപകടങ്ങൾ തടയാൻ നടപടിയുമായി പോലീസ്. പ്രദേശത്ത് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.